നമസ്കാരം ജസ്റ്റിൻ. ഞാൻ ഈ കഴിഞ്ഞ ജസ്റ്റിൻ്റെ പ്രൊമോ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത്ഭുതപ്പെടുത്തിയത് തന്നെ 90% ആളുകൾക്കും ഇന്ത്യ രാജ്യത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ്. അത് എന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു താല്പര്യമില്ലാഞ്ഞിട്ടാണോ അത് അവരുടെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. 90% ആളുകൾക്കും ഇന്ത്യയിൽ ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു മറുപടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ താങ്കളെ സമീപിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറിവ് ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത് എല്ലാ ആളുകൾക്കും ഗുണപ്രദമാകട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അതെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ശരിയായൊരു കണക്കാണ്. 90% ആളുകൾക്കും നമ്മുടെ രാജ്യത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഹെൽത്തുമില്ല, ലൈഫുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അജ്ഞത തന്നെയാണ്. ആളുകൾക്ക് അതിൻ്റെ പ്രാധാന്യം തീരെ അറിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അതാണ്, ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ ആളുകളുടെ ഒരു പ്രധാന സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സമ്പാദിച്ചു വെക്കുക, എല്ലാ കാര്യങ്ങളും സമ്പാദിച്ചു വെച്ച് അതിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്ത് വെക്കുക. നമ്മൾ സമ്പാദിക്കുന്ന സ്വത്തുക്കൾ, സ്വർണ്ണാഭരണങ്ങൾ, അങ്ങനെ എന്തും വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബാങ്ക് ലോക്കറിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വളരെ സുരക്ഷിതമായിട്ട് വെക്കും. പക്ഷേ ഇവരൊരു കാര്യം മനസ്സിലാക്കാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആരോഗ്യ പ്രശ്നം വന്നു എന്ന് കരുതുക. ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം, ആശുപത്രിയുടെ ബില്ലുകൾ നമ്മൾ കൂട്ടിവെച്ച സ്വത്തുകളെക്കാളും ഒരുപാടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെയാണ് ഇന്നത്തെ ആശുപത്രി ചെലവുകൾ. ഒരു കാര്യം അതാണ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കുടുംബത്തിലെ ഒരു പ്രധാന വരുമാനം ഉള്ളയാൾ, അല്ലെങ്കിൽ ആ കുടുംബം ആശ്രയിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ആ കുടുംബം വഴിയാധാരമായി പോകും. ഒരു ഏണിംഗ് മെമ്പറായിട്ടുള്ള ആൾ മരിച്ചാൽ ആ കുടുംബത്തെ ഏക ഒരു ഏണിംഗ് മെമ്പർ അദ്ദേഹമാണ്. അദ്ദേഹത്തിനൊരു ഇൻഷുറൻസ് പരിരക്ഷയോ കുടുംബത്തിനൊരു ഇൻഷുറൻസ് പരിരക്ഷയോ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം വഴിയാധാരവും. അതുകൊണ്ട് എനിക്ക് ഇത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാവരും ഒരു 30 വയസ്സെങ്കിലും ആകുമ്പോഴേക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും നിർബന്ധമായി എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് എപ്പോഴാണ് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ജീവിതമാണ് ആകെ ആകസ്മികമായൊരു സംഭവമാണ് നമ്മുടെ ജീവിതം. നാളെ എന്ത് സംഭവിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കണം. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ ആരോഗ്യത്തെയും അവരുടെ ജീവിതത്തെയൊക്കെ സുരക്ഷിതമായിട്ട് ഇത്തരം ഇൻഷുറൻസ് സ്കീമുകളിലൊക്കെ ചേർന്ന് തന്നെയാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ മാത്രം ഇത് ഒരു ശല്യമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. ഇപ്പോൾ ഇൻഷുറൻസ് ഏജന്റുമാരെ കണ്ട ഓടി ഒളിക്കുന്നൊരു അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. ഇൻഷുറൻസ് ഏജന്റുമാരെ സംബന്ധിച്ചോളം പറയുമ്പോൾ അവർ പലപ്പോഴും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസിങ് അല്ല അവർ ചെയ്യുക. അവരൊരു പോളിസി എങ്ങനെയെങ്കിലും എടുപ്പിക്കുക എന്നുള്ള, പലരും, എല്ലാവരുടെ കാര്യമല്ല, എല്ലാ ഇൻഷുറൻസ് ഏജന്റുമാരെയും അഡ്വൈസേഴ്സും ഞാൻ അധിക്ഷേപിക്കുകയല്ല. പക്ഷെ പലരും ആ പ്രൊഡക്റ്റിൻ്റെ കാര്യം, പ്രൊഡക്റ്റ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അവർക്ക് ഒരു ഗുണകരമായിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികളൊന്നും നിലവിലുണ്ട്. ഇപ്പോൾ LIC പോലുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ 1 ലക്ഷം 2 ലക്ഷം നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് പെൻഷൻ ഉണ്ടാക്കി വെക്കാൻ സാധിക്കും. അതിന് 30 വയസ്സിലൊക്കെ നമ്മൾ തുടങ്ങിയാൽ 45 വയസ്സിൽ വേണമെങ്കിൽ റിട്ടയർ ആവാം. അത്തരം നിരവധി നല്ല സ്കീംസ് ഉണ്ടെന്ന്. അതൊന്നും ആളുകൾക്ക് അറിയില്ല എന്ന് മാത്രമല്ല, അതൊന്നും പറഞ്ഞു കൊടുക്കുന്നുമില്ല. ആളുകൾക്കും അത് താല്പര്യമില്ലെന്ന് അറിയണമെന്ന്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരം നിരവധി നല്ല സാധ്യതകളുള്ള ഇൻഷുറൻസ് സാധ്യതയുള്ള ഈ കാലത്ത് നിർബന്ധമായും എല്ലാവരും ഒരു 30 വയസ്സിന് ശേഷമായിട്ടുള്ള ആളുകൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും, ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടയർമെന്റ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ വരുമാനം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. 1 ലക്ഷം രൂപ വരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, 100 വയസ്സ് വരെ കിട്ടുന്നത്. 1-2 വയസ്സ് വരെ, 100 വയസ്സ് വരെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കിട്ടും. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് എന്താ, അത്രയും തുകയ്ക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. ഇനി നിങ്ങൾക്ക് 41 വയസ്സിലോ
അല്ലെങ്കിൽ ഈ സമയത്തിന് ശേഷം പെൻഷൻ വേണ്ട എന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ പെൻഷൻ സ്വീകരിക്കുന്ന സമയം വരെ പെൻഷൻ്റെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സ്കീംസ് ഉണ്ട്, നല്ല നല്ല ഒരുപാട് പുതിയ ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത്, പലരും മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ബാങ്കിൽ FD ഇടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ബാങ്കിൽ FD ഇട്ടു. മുൻപ് LICക്ക് ഒരു പോളിസി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ അത് 12% ആയിരുന്നു. അന്ന് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 13% ആയിരുന്നു. ഇന്നും ആ പോളിസി ഇപ്പം ഈ വർഷം നിർത്തുന്നതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 8% ആയിട്ടുള്ളൂ. പക്ഷെ അന്ന് 12% കിട്ടിയിരുന്ന ആൾക്ക് ഇന്നും 12% കിട്ടുകയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പോലും എന്ത് സംഭവിച്ചു? റിപ്പോ റേറ്റ് കുറച്ചു, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. 6% കിട്ടുന്നു ബാങ്കിൽ ഇടുമ്പോൾ, അല്ലെങ്കിൽ 7% കിട്ടുന്നു ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ അന്ന് ആ പോളിസിയിൽ ചേർന്നവർക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണം. എത്ര ശതമാനം കുറഞ്ഞു നോക്കി, 6%, അല്ലെങ്കിൽ 7%, 12% തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല സ്കീംസും ഉണ്ട് LICക്ക്. LICയുടെ പലരും ആളുകൾക്ക് ഒരു ശല്യം പോലെ തോന്നേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിരവധി നല്ല നല്ല സ്കീമുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. പോളിസികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം. വേണ്ട ഗൈഡൻസ്, നിങ്ങൾക്ക് ടൈലേർഡ് ആയിട്ടുള്ള പോളിസികൾ പറഞ്ഞു തരാൻ പറ്റും എനിക്ക്. അത് ഞാൻ എന്നെ തന്നെ മാർക്കറ്റ് ചെയ്യണതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടത്. ഇതൊക്കെ ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനകത്ത് വരാൻ. അല്ലാതെ ഇതൊരു ശല്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വരരുത്. ഇതൊക്കെ എനിക്ക് ആവശ്യമാണ് ജീവിതത്തിൽ, മുന്നോട്ടുള്ള യാത്രയിൽ ഇതെല്ലാം എനിക്ക് അനിവാര്യമാണ്. കാരണം നമ്മുടെ ജീവിതം എല്ലാ കാലത്തും ഒരുപോലെ പോവില്ല. ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ പെൻഷൻ പ്ലാൻ്റെ ഒക്കെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചു, നമുക്ക് എന്തെങ്കിലും വരുമാനത്തിന് തകർച്ച സംഭവിച്ചു, ആ സമയത്തൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റാതെ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ സമയത്ത് അതൊക്കെയാണ് നമ്മളെ വരുമാനമുള്ള സമയത്തൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ ഭാവിയിൽ നമുക്ക് സുരക്ഷിതരായിട്ടിരിക്കാം. നമ്മുടെ സ്വത്തുക്കൾ മാത്രമല്ല, ഇതും സ്വത്താണല്ലോ, നമ്മുടെ ജീവനും ഒരു സ്വത്താണ്. ഈ മറ്റുണ്ടാക്കിയ സ്വത്തിനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് നമ്മുടെ ജീവൻ, അതിനേക്കാളും വിലപ്പെട്ടത് നമ്മുടെ ആരോഗ്യം. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് മറ്റുള്ള സമ്പാദ്യം നമുക്ക് നടക്കൂ. അപ്പം അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിർബന്ധമായൊരു ലൈഫ് ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും എടുത്ത് വെച്ചിരിക്കണം 30 വയസ്സിന് ശേഷം. മിനിമം 30 വയസ്സിലെങ്കിൽ എത്രയും നേരത്തെ ചേരാൻ പറ്റുന്നോ അത്രയും നല്ലത്. അപ്പോൾ അതാണ് എനിക്ക് ഇത് കാണുന്ന ആളോട് പറയാനുള്ളത്. അപ്പോൾ എന്നെ ബന്ധപ്പെടണമെങ്കിൽ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ +91 99 61 855 075. എൻ്റെ ഇമെയിൽ ID justinwj02@gmail.com. അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും ഞാൻ തരുന്നതാണ്. നിങ്ങൾക്ക് എന്തോ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നിങ്ങൾക്ക് ഇത്തരം പോളിസികൾ, ഇപ്പോൾ വാഹന പോളിസികളാണ്, എനിത്തിങ്, ഫൈനാൻഷ്യൽ അഡ്വൈസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കാം. എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ ഹെൽത്ത് ഉണ്ട്, ലൈഫുണ്ട്, അതുപോലെ വാഹന ഇൻഷുറൻസ് ഉണ്ട്, വീടുകൾ ഇൻഷുറൻസ് ചെയ്യുക, അത് കെട്ടിടങ്ങൾ ഇൻഷുറൻസ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളൊരു ബിസിനസ് ഇൻഷുറൻസ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം നമുക്ക്. അതൊക്കെ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് അത്തരം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഓടിയിടുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നേരിടാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇൻഷുറൻസ്. അത് തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് പലരും ഇതൊന്നും ചേരാത്ത. ഇതൊക്കെ ഒരു വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചറാണ്. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു കാഴ്ചപ്പാട് എനിക്ക് പലപ്പോഴും ഒരു തമാശ തോന്നാറുണ്ട്. കാരണം എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് രോഗമൊന്നും വന്നില്ല എന്നുള്ള, രോഗം വരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇൻഷുറൻസ് എടുക്കുക. നമ്മുടെ രോഗം വരുമ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അത്രയും സാമ്പത്തിക ബാധ്യത ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കണേ. അപ്പോൾ നമുക്ക് ആരോഗ്യവാനായി ഇരിക്കുകയല്ലേ നല്ലത്. അപ്പോൾ നമ്മൾ ആരോഗ്യം വന്നിട്ട്, ഇപ്പം ഞാനെടുത്ത് തന്നെ 40 വയസ്സിലെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ, എനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എത്ര നാൾ ഞാൻ പ്രീമിയം അടച്ചു. അപ്പം അവിടെയല്ല, ഇപ്പം നാളെ സംഭവിക്കാം. ആ സംഭവിക്കുന്ന സമയത്താണ് നമുക്കിതൊക്കെ ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഓടിച്ചെന്നാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസുകളും പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില രോഗങ്ങളുണ്ടായാൽ കിട്ടുമായിരുന്നില്ല മുമ്പ്. ഇപ്പോൾ ഇന്ന് പല പോളിസികളും രോഗങ്ങളുണ്ടെങ്കിലും കിട്ടും, കുറച്ച് പ്രീമിയം കൂടുതൽ വരുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി, വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു പോളിസി എടുക്കാം. ഇത്തിരി രോഗമൊക്കെ ഉണ്ടെങ്കിലും അതിന് ചെറിയ പ്രീമിയം കൂടും. എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ സംരക്ഷിക്കപ്പെടും. അപ്പോൾ അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു 30 വയസ്സോ 25 ജോലി കിട്ടി കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കണം. ഹെൽത്തും ലൈഫും. ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. പിന്നെ ഏതെങ്കിലും ഒരു പോളിസി എടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഏജൻസും പലപ്പോഴും അത് പറഞ്ഞു കൊടുക്കാറില്ല.
അവർക്ക് അനുയോജ്യമായ പോളിസി നമ്മളും അവരും കൂടി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര പൈസ നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ പറ്റും, ഇതൊക്കെ നമുക്ക് ധാരണ ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ വരുമാനത്തിൽ ഒരു നിശ്ചിത 20% നമ്മൾ പല സേവിങ്സിലും ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ സുരക്ഷിതമായിട്ട് വെക്കണം ഭാവിയിലേക്ക്. അപ്പോൾ അതിലൊരു ഭാഗമാണിത്, ഇൻഷുറൻസും എന്ന് കണക്കാക്കിയിട്ട് നിങ്ങൾ ഇൻഷുറൻസ് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചേരാനായിട്ടുള്ള ഒരുപാട് ഗുണകരമായ പോളിസികൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമായിട്ട് ചെയ്യണം, അല്ലാതെ ഇത് ഒരു ശല്യമായിട്ട് ചെയ്യരുത്. ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ പോളിസികൾ പറഞ്ഞു തരാൻ പറ്റും നല്ല ഏജന്റുമാർക്ക്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള നിങ്ങളുടെ വരുമാനമൊക്കെ അനുസരിച്ച് ഏതൊക്കെ തരത്തിലുള്ള പോളിസികൾ തരാൻ പറ്റുന്നു കൃത്യമായിട്ട് എനിക്ക് നിർദ്ദേശിക്കാൻ പറ്റും. നിങ്ങളുടെ വരുമാനമൊക്കെ അനുസരിച്ച് നിങ്ങളുടെ വരുമാനം എന്നോട് ഒരു ഇത്രയാണ് എനിക്ക് അടയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ധാരണ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല പോളിസികൾ എനിക്ക് നിർദ്ദേശിക്കാൻ പറ്റും, നിങ്ങൾക്ക് അനുയോജ്യമായ പോളിസി. 50 ലക്ഷം വരുമാനമുള്ള ആളുടെ ഒരു പോളിസി ചിലപ്പോൾ ഒരു 50,000 വരുമാനമുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പം നമ്മുടെ ഇത് അടഞ്ഞു പോകണം, നമുക്കിത് അടയ്ക്കാൻ പറ്റണം. അങ്ങനെ കപ്പാസിറ്റി അനുസരിച്ച് വേണം നമ്മൾ എടുക്കാനും. അല്ലാണ്ട് നമ്മൾ വലിയൊരു പോളിസി എടുത്തിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ലാപ്സായി പോകും പോളിസി. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ പോളിസി എടുക്കുമ്പോഴും. അപ്പോൾ എടുക്കാനായിട്ട് നല്ല ആളുകളെ സമീപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്നെ സമീപിക്കാം, ഇത്തരം പോളിസിയുടെ സംശയങ്ങളുണ്ടെങ്കിൽ സമീപിക്കാം. പോളിസികൾ എടുക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ഒരു 30 വയസ്സിന് മുമ്പായിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് തൊഴിലൊക്കെ കിട്ടുന്നത് ആ സമയത്ത് നിങ്ങളൊരു പോളിസി നിർബന്ധമായിട്ട് ഹെൽത്ത് ലൈഫ് എടുത്തു വെക്കേണ്ടത് അനിവാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ അത്രയാണ് എനിക്ക് ഇത് എന്നെ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാണ്.